ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 28-ാം അധ്യായം 28-ാം വാക്യം. ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ? ആരും തുടർച്ചയായി മെതിച്ചു കൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. ഈ വാക്യത്തിലൂടെ ദൈവം ഒരു കർഷകന്റെ ഉദാഹരണമാണ് നൽകുന്നത്. കർഷകൻ ധാന്യം മെതിക്കുന്നത് അതിനെ നശിപ്പിക്കുവാനല്ല, മറിച്ച് അതിൽ നിന്ന് ഉമി നീക്കം ചെയ്ത് ഉപയോഗപ്രദമായ അരി വേർതിരിച്ചെടുക്കുവാനാണ്. ധാന്യം പൊടിഞ്ഞു പോകുന്നതുവരെ ഒരു കർഷകനും അത് മെതിക്കില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാനാണ്. ഒരു കർഷകന് ഓരോ ധാന്യവും എത്രത്തോളം മെതിക്കണം എന്ന് കൃത്യമായി അറിയാം. നമ്മുടെ സഹനശേഷിക്ക് അപ്പുറമുള്ള പരീക്ഷണങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കില്ല. കഷ്ടതകളിലൂടെ ദൈവം നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ കാര്യങ്ങളെ നീക്കം ചെയ്യുകയും നമ്മെ കൂടുതൽ മൂല്യം ഉള്ളവരായി മാറ്റുകയും ചെയ്യുന്നു. നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിന്നെ തകർക്കുവാനല്ല, നിന്നെ രൂപപ്പെടുത്തുവാനാണ്. ദൈവം തൻ്റെ കരുണയിൽ നിന്നെ കരുതും എന്ന് ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർഷകൻ ധാന്യത്തെ മെതിക്കുന്നത് അതിനെ നശിപ്പിക്കാനല്ല, മറിച്ച് അതിൻ്റെ ഗുണം പുറത്തു കൊണ്ടുവരാൻ ആണെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും കണ്ണീരിലും ഞങ്ങൾ തളർന്നു പോകാതെ കാക്കണമേ. അവിടുന്ന് ഞങ്ങളെ ചതച്ചു കളയുവാനല്ല, മറിച്ച് ഞങ്ങളെ കരുപിടിപ്പിക്കുന്നവനാണെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങൾക്ക് ഒരു പരിധിയുണ്ടെന്നും അവിടുന്ന് ഞങ്ങളെ കരുതുന്നുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളെയും ദൈവഹിതമായി കണ്ട് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹപിതാവേ, നീയുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി എൻ ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ, നീയുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി എൻ ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ.
സ്വർഗപിതാവേ നിന്നെ മറന്നു ഞാൻ തിന്മകൾ ചെയ്തു പോയി. സ്വർഗപിതാവേ നിന്നെ മറന്നു ഞാൻ തിന്മകൾ ചെയ്തു പോയി. കനിയൂ എന്നിൽ ഈ ദുഃഖ ജീവിതം ഒരു സ്നേഹബലിയായി തീരുവാൻ നിൻ തിരുസവിധം അർപ്പിക്കും ഞാൻ കാഴ്ചയായി. കനിയൂ സ്നേഹപിതാവേ. കാരുണ്യനാഥ നിറമിഴിയോടെ നിൻ തിരുസന്നിധിയിൽ. കാരുണ്യനാഥ നിറമിഴിയോടെ നിൻ തിരുസന്നിധിയിൽ നിൽക്കും എന്നിൽ നൽകിയിടുകയെന്നും നിർമ്മലമായൊരു ജീവിതം നിൻ തിരുകൃപയാൽ നാഥ. നിന്നിലെന്നും ഞാൻ ചേർന്നിടാം. കനിയൂ സ്നേഹപിതാവേ നീറുമിൻ മാനസമോടെ അർപ്പിക്കും നിൻ മുന്നിലായി എൻ ജീവിതകാലമിതാ. കനിയൂ സ്നേഹപിതാവേ.